Hi all, welcome to Commate Educator. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പം പാർട്ട് 2 പോർഷൻ ആണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ അതിൻ്റെ ബേസിക്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ഐ ബട്ടണിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും അതിൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫോർമാറ്റുകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസിൽ നമ്മൾ മെയിനായിട്ട് 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉണ്ടാവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ആൻഡ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. അപ്പോൾ ഓരോന്നിൻ്റെയും ജസ്റ്റ് ഫോർമാറ്റ് നോക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടുക. അപ്പം ജസ്റ്റ് ഫോർമാറ്റ് ഒന്ന് നമ്മൾ നോക്കിയിട്ട് പോകുന്നു. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പാർട്ട് 2 ഓഫ് ദി ഷെഡ്യൂൾ 3യിലാണ് ഈ ഒരു ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം, ഇതിൽ റവന്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതർ ഇൻകം, ദെൻ ടോട്ടൽ റവന്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം നോട്ട്സ് നമ്പർ, അതായത് നോട്ട്സ് ടു അക്കൗണ്ടിലേക്ക് പോകേണ്ട നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ ഫിഗേഴ്സ് ഫോർ കറണ്ട് റിപ്പോർട്ടിംഗ് പീരിയഡ്, ഫിഗേഴ്സ് ഫോർ പ്രീവിയസ് റിപ്പോർട്ടിംഗ് പീരിയഡ്, അങ്ങനെ 2 ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതവിടെ എഴുതാം. ദെൻ നെക്സ്റ്റ് റവന്യൂക്ക് ശേഷം വരുന്നത് എക്സ്പെൻസ് ആണ്. അപ്പം അതിൽ വരുന്ന കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വേറെ എക്സ്പെൻസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, അതർ എക്സ്പെൻസുകളൊക്കെ നമ്മൾ എഴുതിയിട്ട് ടോട്ടൽ എക്സ്പെൻസസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. ഓക്കെ, അപ്പം അതായത് ടോട്ടൽ റവന്യൂയിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ട് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ എക്സെപ്ഷണൽ ഐറ്റംസ് നമ്മൾ എഴുതുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, ദെൻ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എഴുതുന്നു. പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അത് 2 കുറച്ചിട്ട് കണ്ടുപിടിക്കുന്നു. ദെൻ ടാക്സ് എക്സ്പെൻസ് എഴുതുന്നു, കറണ്ട് ടാക്സ്, ഡിഫേർഡ് ടാക്സ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരിയഡ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്, ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. സോ ഇതാണ് നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാമത് വരുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരുന്നത് പാർട്ട് 1 ഓഫ് ദി ഷെഡ്യൂൾ 3യിലാണ്. സോ അതിൽ മെയിനായിട്ട് ഉണ്ടാകുന്നത് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റീസ് ആണ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അസറ്റ്സ് ആർ ദി റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ദി എൻ്റർപ്രൈസസ് ഡ്യൂ ടു പാസ്റ്റ് ഇവൻറ്റ്സ് ഫ്രം വിച്ച് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻ്റർപ്രൈസ്. അപ്പോൾ അസറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പാസ്റ്റ് ഇവൻറ്റ്സിൻ്റെ ബേസിൽ നമുക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അസറ്റ്സ്. അതായത് നമുക്ക് ആ ഒരു അസറ്റ് കൊണ്ട് നമുക്ക് ഭാവിയിലും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ദെൻ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഒബ്ലിഗേഷനാണ്, അതായത് എൻ്റർപ്രൈസസ് പേ ചെയ്യാനുള്ള ഒബ്ലിഗേഷനാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ദി ലയബിലിറ്റീസ്. എല്ലാ ലയബിലിറ്റീസും കുറച്ച് കഴിയുമ്പോൾ, അസറ്റിൽ നിന്ന് എല്ലാ ലയബിലിറ്റീസും കുറച്ച് കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ അസറ്റ് ഇസ് ഇക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റീസ്. അപ്പം ഇതിൻ്റെ ഫോമാറ്റ് ഇതുപോലെ ടി ഫോമാറ്റ് അല്ല. ഇപ്പം നമുക്കറിയാം വെർട്ടിക്കൽ ഫോമാറ്റിലാണ് വരുന്നത്. പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, ഫിഗേഴ്സ് ആസ് അറ്റ് ദി എൻഡ് ഓഫ് കറണ്ട് റിപ്പോർട്ടിംഗ് പീരിയഡ്, പ്രീവിയസ് പീരിയഡ്. ഫസ്റ്റ് നമ്മൾ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ആണ് എഴുതുന്നത്. ദെൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ദെൻ ഷെയർ ആപ്ലിക്കേഷൻ മണി, നോൺ കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ അതായത് ലോങ് ടേം ആയിട്ടുള്ള ലോങ് ടേം ബോറോവിങ്സ്, ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ്, അതർ ലോങ് ടേം ലയബിലിറ്റീസ്. ദെൻ കറണ്ട് ലയബിലിറ്റീസിൽ ഷോർട്ട് ടേം ബോറോവിങ്സ്, ട്രേഡ് പേയബിൾസ്, അതർ കറണ്ട് ലയബിലിറ്റീസ്, ഷോർട്ട് ടേം പ്രൊവിഷൻസ്. ദെൻ വരുന്നത് അസറ്റ്സ് ആണ്. നോൺ കറണ്ട് അസറ്റ്സ് അതായത് ഫിക്സഡ് അസറ്റ്സ്, അതിൽ വരുന്നതാണ് ടാഞ്ചിബിൾ അസറ്റ്സ്, intangible assets, capital work in progress, intangible assets under development, then non-current investment, deferred tax assets, long-term loans and advances. Then other non-current assets വരുന്നത് other non-current assets.
അത്രയുമാണ് നോൺ കറണ്ട് അസറ്റ്സ്, അതായത് ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ വരുന്നതാണ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെൻട്രീസ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് ബൊറോയിങ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഈ ഒരു ഫോർമാറ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ് വാസ് പ്രിപ്പയർഡ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3ൻ്റെ പ്രൊവിഷൻ പ്രകാരമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി ക്യാഷ് ഫ്ലോ പൊസിഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ ക്യാഷ് ഫ്ലോ പൊസിഷൻ്റെ ഇൻഫർമേഷനാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തരുന്നത്. The purpose of the statement is to explain the cash movement between 2 points of time. അതായത് 2 points of time എന്താണ്, 2 points of ടൈമിൽ ആ ക്യാഷിൻ്റെ മൂവ്മെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ സോഴ്സസ് ഓഫ് ക്യാഷ് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ക്യാഷ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇഷ്യൂ ഓഫ് ഷെയർസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ലഭിക്കുന്നുണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, റേസിംഗ് ഓഫ് ലോങ് ടേം ലോണ്, സെയിൽ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ആൻഡ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ്. ഇതൊക്കെയാണ് മെയിനായിട്ടും സോഴ്സസ് ഓഫ് ക്യാഷ് ആയിട്ട് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷിൽ എന്തൊക്കെയാണ് വരുന്നത്? റിഡംഷൻ ഓഫ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് എല്ലാം റീപേ ചെയ്യുന്ന സമയത്ത്, റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോണ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഡിവിഡൻഡ് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ലോസ്. ഇനി ഓക്കെ, ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ക്യാഷ് ഇൻക്ലൂഡ്സ് ക്യാഷ് ഇൻ ഹാൻഡ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്, ഷോർട്ട് ടേം ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് വിത്ത് ഷോർട്ട് ടേം മെച്യൂരിറ്റി ലെസ് ദാൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. സോ ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് വിത്ത് ബാങ്ക്, ഷോർട്ട് ടേം ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്യൂരിറ്റീസ് വിത്ത് ഷോർട്ട് ടേം മെച്യൂരിറ്റി, ഇതൊക്കെ ക്യാഷിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു പ്രിപ്പയർ ചെയ്യുന്ന ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ആണ്. അതിൽ സോഴ്സ് ഓഫ് ക്യാഷ്, ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ആണെന്ന് പറയുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ഇനി അതിൻ്റെ ഫോർമാറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിൽ 3 തരത്തിലാണ് ഉണ്ടാവുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ദെൻ അത് കഴിഞ്ഞിട്ട് ആഡ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ ഉണ്ടാവും. ദെൻ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നെക്സ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നതാണ്, മെയിൻ ആയിട്ടുള്ള ആയിട്ടാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ദെൻ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസും കൂടി ഉണ്ടാവും. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, 3 കാര്യങ്ങളാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. അത്ര നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ ഏതൊക്കെയാണ് 3 എണ്ണം ഉള്ളതെന്ന് ഓർത്ത് വെക്കുക. ക്യാഷ് ഫ്ലോ ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗിൽ പ്രൊസീഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പ്രൊസീഡ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പർച്ചേസ് ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓർ ഫിക്സഡ് അസറ്റ്സ്. ദെൻ ഫിനാൻസിംഗിൽ പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, ഇത്രയൊക്കെയാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മുടെ ക്യാപിറ്റൽ, ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട്. സോ ഇറ്റ് ഈസ് ദ റീകൺസിലിയേഷൻ ബിറ്റ്വീൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റീൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൻ്റെ ആ ഒരു റീകൺസിലിയേഷനാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ്മെൻറ്റ് സമ്മറൈസസ് ദ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓവർ ആൻ അക്കൗണ്ടിങ് പീരീഡ്.
Then it record movement in retained earnings and other reserves and changes in the share capital. അതായത് റീറ്റൈൻഡ് ഏർണിങ്സ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ അതർ റിസർവ്സ് ഉണ്ടോ, അങ്ങനെ ഷെയർ ക്യാപിറ്റൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തമ്മിലെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഈസ് ടു ബി പ്രസൻറ്റഡ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. റീകൺസിലേഷൻ ഓഫ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഇക്വിറ്റി, ഡിസ്ക്രൈബിംഗ് ചേഞ്ചസ് ഇൻ ഡീറ്റെയിൽ, details of comprehensive income for the accounting period, then details of changes and impacts when components of equities are restated. Restate ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ചേഞ്ച് വന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും കൂടി ആവശ്യമുണ്ട്. then applied retrospectively in accordance with international accounting standard or Ind AS 8 ഇത് പ്രകാരമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. Then comprehensive income is the income listed after the net income on the income statement. ഇവിടെ പറയുന്നത് comprehensive income എന്താണെന്നാണ് പറയുന്നത്. It is the income listed after the net income on the income statement. അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നെറ്റ് ഇൻകം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ആ ഒരു ഇൻകത്തിനെയാണ് നമ്മൾ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിയിൽ മെയിനായിട്ടുള്ളത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് ഒരു പോർഷനും കൂടിയാണ് നമ്മൾ ഈ ഒരു സിലബസ് വെച്ചിട്ട് കവർ ചെയ്യാനുള്ളത്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.